അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ഫിഖ്ഹുൽ ഇസ്ലാമിലെ 16ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 7 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അൽ വഹദത്തു സാദിസത്ത അഷർ 16ാമത്തെ പാഠം ഖൈറു അഅ്മാലിക്കും. ആദ്യത്തെ പാരഗ്രാഫ് നോക്കൂ. അല്ലാഹു തആല പറഞ്ഞു, ദിക്ർ കൊണ്ട് മനസ്സുകൾക്ക് ശാന്തി ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ചോദിച്ചു, ഏറ്റവും ശ്രേഷ്ഠവും അല്ലാഹു തആലയുടെ അടുക്കൽ പവിത്രമായതും സ്ഥാനമുള്ളതും സ്വർണവും വെള്ളിയും സ്വതക്ക ചെയ്യുന്നതിനേക്കാളും ധർമ്മസമരം ചെയ്യുന്നതിനേക്കാളും ഉത്തമവുമായ ഒരു കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ? സ്വഹാബികൾ പറഞ്ഞു, അതേ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹു തആലയ്ക്ക് ദിക്ർ ചൊല്ലുക. ഓരോ സമയങ്ങളിലും വ്യത്യസ്ത ദിക്റുകൾ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്. ദിക്റുകളിൽ പ്രധാനപ്പെട്ടതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബിസ്മി ചൊല്ലാതെ തുടങ്ങുന്ന കാര്യം ബർക്കത്തില്ലാത്തതാണ്. ഖുർആൻ ഓതുക, വുളൂ ചെയ്യുക, കുളിക്കുക, തൈമും ചെയ്യുക, തിന്നുക, കുടിക്കുക, എഴുതുക, വായിക്കുക, എടുക്കുക, കൊടുക്കുക, വാതിലടയ്ക്കുക, പാത്രം മൂടി വയ്ക്കുക, അറവ് നടത്തുക, സുറുമയിടുക തുടങ്ങി എല്ലാ നല്ല കാര്യങ്ങൾക്കും ബിസ്മി സുന്നത്താണ്. ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഇടയ്ക്ക് വെച്ച് ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറുഹു എന്ന് ചൊല്ലണം. എന്നാൽ ബറാത്ത് സൂറത്ത് തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലൽ ഹറാമും ഇടയ്ക്ക് വെച്ച് ഓതുമ്പോൾ ചൊല്ലൽ കറാഹത്തുമാണ്. ബറാത്ത് സൂറത്ത്, അതായത് സൂറത്തു തൗബ. ഈ പാരഗ്രാഫ് കൂട്ടുകാർ നല്ലവണ്ണം വായിച്ച് പഠിക്കുക. ഈ പാരഗ്രാഫിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഈ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്, വിവിധ സമയങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകൾ. അപ്പോൾ ആദ്യത്തത്, ഉറങ്ങാൻ നേരം ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വ അമൂതു. ഉണരുമ്പോൾ അൽഹംദുലില്ലാഹില്ലസി അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി വലജ്നാ വ ബിസ്മില്ലാഹി ഖറജ്നാ വ അലാ റബ്ബിനാ തവക്കൽനാ. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. വസ്ത്രം ധരിക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലസി കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. വിസർജന സ്ഥലത്ത് നിന്ന് പുറത്തു വന്നാൽ ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലസി അദ്ഹബ അന്നിയൽ അസാ വ ആഫാനി. ഇസ്തിൻജാ ചെയ്താൽ അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. മസ്ജിദിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക. മസ്ജിദിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളലിക. കണ്ണാടിയിൽ നോക്കുമ്പോൾ അൽഹംദുലില്ലാ അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലസി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അങ്ങാടിയിൽ പ്രവേശിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആരെങ്കിലും നന്മ ചെയ്താൽ ജസാക്കല്ലാഹു ഖൈറാ. ഇടിയുണ്ടാകുമ്പോൾ സുബ്ഹാനല്ലസി യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി. മഴ പെയ്താൽ അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. കാറ്റടിച്ചാൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലത് ബിഹി വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ഫീഹാ വ ശർരി മാ ഉർസിലത് ബിഹി. വാഹനത്തിൽ കയറിയാൽ സുബ്ഹാനല്ലസി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീന വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. യാത്രയയക്കുമ്പോൾ അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക. രോഗിയെ സന്ദർശിക്കുമ്പോൾ
അസ്അലുല്ലാഹൽ അലീമ റബ്ബൽ അർഷിൽ അലീമി ഐ യഷ്ഫീഖ്. ഖബറിനെ സമീപിക്കുമ്പോൾ അസ്സലാമു അലൈക്കും ദാര ഖൗമി മുഅ്മിനീന വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ജിമാ തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താന വ ജന്നിബിശ് ശൈത്താന മാ റസഖ്നാ. വിത്രിൽ നിന്ന് വിരമിച്ചാൽ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. മാസപ്പിറവി കണ്ടാൽ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ യുംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുക്കല്ലാഹ്. നോമ്പ് തുറന്നാൽ അല്ലാഹുമ്മ ലക സുംതു വ അലാ റിസ്കിക അഫ്തർതു സഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖ് വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹു തആല. ഇതുവരെ പഠിച്ച എല്ലാ സിക്റുകളും കൂട്ടുകാർ നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. ഇനി ഈ പാഠത്തിൽ കുറച്ച് ദുആകളാണ് പഠിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ ഇത് പാരായണം ചെയ്ത് മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഇത് പറയുന്നില്ല, കാരണം നമുക്കിപ്പോൾ തദ്രീബാത്ത് വരെ ഉണ്ട്, അതുകൊണ്ടാണ്. ഈ പാഠത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫ് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവർ. സ്വലാത്തുൻ നാരിയ, താജു സ്വലാത്ത്, സ്വലാത്തുൽ മുൻജിയ എന്നിങ്ങനെ പല സ്വലാത്തുകളുണ്ട്. സ്വലാത്തുൽ ഇബ്രാഹിമിയയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത്. കൂട്ടുകാർക്ക് ഈ പാഠം മനസ്സിലാകില്ലേ? നമുക്കിനി ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നസിൽ, യോജിച്ചവ പരസ്പരം ചേർക്കാനുള്ളതാണ്. 1. ഉറങ്ങാൻ നേരം. 2. മഴ പെയ്താൽ. 3. വസ്ത്രം ധരിക്കുമ്പോൾ. 4. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ. 5. കണ്ണാടിയിൽ നോക്കുമ്പോൾ. ഇപ്പുറത്ത് നോക്കുകയെ അൽഹംദുലില്ലാഹില്ലസീ കസാനി എന്ന് തുടങ്ങുന്ന സിക്റാണ്. ബി. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് തുടങ്ങുന്ന സിക്റാണ്. സി. ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വ അമൂതു. ഡി. അൽഹംദുലില്ലാ അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി. ഇ. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. ഓരോന്നിനും യോജിച്ച ലെറ്റർ അതിന് നേരെ എഴുതണം. 1. ഉറങ്ങാൻ നേരം. ശരിയുത്തരം സി. ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വ അമൂതു. 2. മഴ പെയ്താൽ. ശരിയുത്തരം ഇ. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. 3. വസ്ത്രം ധരിക്കുമ്പോൾ. ശരിയുത്തരം എ. അൽഹംദുലില്ലാഹില്ലസീ കസാനി എന്ന് തുടങ്ങുന്ന ദിക്റാണ്. 4. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ. ശരിയുത്തരം ബി. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് തുടങ്ങുന്ന ദിക്റാണ്. 5. കണ്ണാടിയിൽ നോക്കുമ്പോൾ. ശരിയുത്തരം ഡി. അൽഹംദുലില്ലാ അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി. CEA BD. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുക്കമ്മിൽ, ഇട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. അൽഹംദുലില്ലാഹില്ലസീ അത്അമനി ഡാഷ് വലാ ഖുവ്വ. അവിടെ പൂരിപ്പിക്കേണ്ട ഭാഗം ഹാസാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി. നമുക്കിതൊന്ന് ചേർത്ത് വായിക്കാം. അൽഹംദുലില്ലാഹില്ലസീ അത്അമനി ഹാസാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. 2. സുബ്ഹാനല്ലസീ സഖറ ലനാ ഡാഷ് മുൻഖലിബൂൻ. അവിടെ പൂരിപ്പിക്കേണ്ട ഭാഗം ഹാസാ വമാ കുന്നാ ലഹു മുഖ്രിനീന വ ഇന്നാ ഇലാ റബ്ബിനാ. നമുക്കിതൊന്നും ചേർത്ത് വായിക്കാം. സുബ്ഹാനല്ലസീ സഖറ ലനാ ഹാസാ വമാ കുന്നാ ലഹു മുഖ്രിനീന വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. 3. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ഡാഷ് വ റബ്ബുക്കല്ലാഹ്. അവിടെ പൂരിപ്പിക്കേണ്ട ഭാഗം ബിൽ യുംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി. നമുക്കിതൊന്ന് ചേർത്ത് വായിക്കാം. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ യുംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുക്കല്ലാഹ്. 4. അല്ലാഹുമ്മ ലക സുംതു ഡാഷ് അല്ലാഹു തആല. അവിടെ പൂരിപ്പിക്കേണ്ട ഭാഗം വ അലാ റിസ്കിക അഫ്തർതു സഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖ് വസബത്തൽ അജ്റു ഇൻഷാ. നമുക്കിതൊന്ന് ചേർത്ത് വായിക്കാം. അല്ലാഹുമ്മ ലക സുംതു വ അലാ റിസ്കിക അഫ്തർതു സഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖ് വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹു തആല. 5. അസ്സലാമു അലൈക്കും ദാര ഡാഷ് ലാഹിഖൂൻ. പൂരിപ്പിക്കേണ്ട ഭാഗം ഖൗമി മുഅ്മിനീന വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും. നമുക്കിതൊന്ന് ചേർത്ത് വായിക്കാം. അസ്സലാമു അലൈക്കും ദാര ഖൗമി മുഅ്മിനീന വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഉറക്കിൽ നിന്നുണർന്നാൽ എന്ത് ചൊല്ലണം? ഉത്തരം അൽഹംദുലില്ലാഹില്ലസീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. 2. വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചൊല്ലണം? ഉത്തരം ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. 3. ഇടിമുഴങ്ങുമ്പോൾ എന്ത് ചൊല്ലണം? ഉത്തരം
സുബ്ഹാനല്ലസീ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫത്തിഹി. 4. യാത്രയയക്കുമ്പോൾ എന്ത് ചൊല്ലണം? ഉത്തരം അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക. 5. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ എന്ത് ചൊല്ലണം? ഉത്തരം ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വ അലാ റബ്ബിനാ തവക്കൽന. 6. 4 സ്വലാത്തുകളുടെ പേരെഴുതുക. ഉത്തരം 1. സ്വലാത്തുൻ നാരിയ. 2. താജു സ്വലാത്ത്. 3. സ്വലാത്തുൽ മുൻജിയ. 4. സ്വലാത്തുൽ ഇബ്രാഹിമിയ്യ. തദ്രീബാത്തിൽ 4ാമത്തെ പ്രവർത്തനം തഖ്സീസ്. അതിൽ 1ാമത്തത് കുട്ടികൾ ഓരോ ദിവസവും ചൊല്ലാറുള്ള സ്വലാത്തുകളുടെ എണ്ണം രേഖപ്പെടുത്തുക. മാസാവസാനം കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവർക്ക് സമ്മാനം നൽകാം. അപ്പോൾ ഇത് കൂട്ടുകാർ ചെയ്യേണ്ട വർക്കാണ്. തഖ്സീസിൽ 2ാമത്തത് ദിക്റുകളും ദുആകളും മനഃപ്പാഠമാക്കി ഇടയ്ക്കിടെ ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഈ പാഠത്തിൽ നമ്മൾ കുറേ ദുആകളും ദിക്റുകളും പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂട്ടുകാർ മനഃപ്പാഠമാക്കി ഇടയ്ക്കിടെ ക്ലാസ്സിൽ അവതരിപ്പിക്കണം. 3. വിവിധ പേരിലുള്ള സ്വലാത്തുകൾ കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇത് എഴുതേണ്ട വർക്കല്ല, ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ട വർക്കാണ്. അപ്പോൾ ആദ്യമായി ഇബ്രാഹിമിയ്യ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇനി നോക്കുന്നത് സ്വലാത്തുൻ നാരിയ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമ അലാ സയ്യിദിന മുഹമ്മദിനില്ലസീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിൽ റആഇബ് വഹുസ്നുൽ ഖവാതിമി വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹിൽ കരീമി വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക. ഇനി സ്വലാത്തുൽ ഫാത്തിഹ്. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഇതുപോലെ സ്വലാത്തുൽ മുൻജിയ, താജു സ്വലാത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ കൂട്ടുകാർ കണ്ടെത്തി പാരായണം ചെയ്ത് മനസ്സിലാക്കുക. 4. സ്വലാത്തിൻ്റെ മഹത്വം വിവരിക്കുന്ന ഒരു പുസ്തകം വായിച്ച് കുറിപ്പെഴുതുക. ആദ്യം ഹെഡിങ് കൊടുക്കുക. സ്വലാത്തിൻ്റെ മഹത്വം. സ്വലാത്ത് ചൊല്ലുക വഴി നിരവധി നേട്ടങ്ങൾ ഇഹത്തിലും പരത്തിലും ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് സലാം ചൊല്ലുന്നവർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നു. മലക്കുകൾ ദുആ ചെയ്യുന്നു, പാപം പൊറുക്കുന്നു, കർമ്മങ്ങൾ ശുദ്ധീകരിക്കുന്നു. സ്വലാത്ത് ചൊല്ലിയവർക്ക് പാപം പൊറുക്കാൻ ഷഫാഅത്ത് ലഭിക്കുന്നു. സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഹദിയ ചെയ്താൽ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു അവന് സാധിപ്പിച്ചു കൊടുക്കും. മഹ്ശരിലെ വൈഹ്വലതയിൽ നിന്ന് മോചനം ലഭിക്കുന്നു. റബ്ബിൻ്റെ അനുഗ്രഹവും തൃപ്തിയും ലഭിക്കുന്നു. മരണത്തിനു മുമ്പ് സ്വർഗത്തിൻ്റെ ഇരിപ്പിടം ദർശിക്കാൻ കഴിയുന്നു. അതുപോലെ ഖബർ, മഹ്ശർ, സിറാത്ത് എന്നീ സ്ഥലങ്ങളിൽ പ്രകാശം ലഭിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ കഴിയും. ഹൃദയ കാപഢ്യം ഇല്ലാതാവും. തുടങ്ങിയ കാര്യങ്ങൾ സ്വലാത്തിൻ്റെ മഹത്വങ്ങളാണ്. ഈ പാഠം കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.